ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ബികോം 5th സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് പേപ്പറിലെ റേഷ്യോ അനാലിസിസ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ലിക്വിഡിറ്റി റേഷ്യോസിൻ്റെ ഫോർമുലാസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ പാർട്ട് 2 വീഡിയോയിൽ ലിക്വിഡിറ്റി റേഷ്യോസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ടു യു. കറണ്ട് റേഷ്യോ 2.5:1, വർക്കിംഗ് ക്യാപിറ്റൽ 90,000. ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ രണ്ട് ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്. കറണ്ട് റേഷ്യോയും തന്നിട്ടുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറണ്ട് റേഷ്യോ കാണുന്നതിനുള്ള ഫോർമുല അറിയാം. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്നതിന് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്താൽ മതി. ഇപ്പോൾ കറണ്ട് റേഷ്യോ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇനി ഈ ഫോർമുലയിലേക്ക് തന്നിരിക്കുന്ന ഈ കറണ്ട് റേഷ്യോ നമുക്ക് എഴുതാം. ഇപ്പോൾ 2.5:1 എന്നുള്ള 2.5 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് അറിയില്ല, കറണ്ട് ലയബിലിറ്റീസും ഇതിൻ്റെ രണ്ട് വാല്യൂസും അറിയില്ല. ഇതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കറണ്ട് അസറ്റ് ഈക്വൽ ടു 2.5 കറണ്ട് ലയബിലിറ്റീസ്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. കറണ്ട് ലയബിലിറ്റീസിൻ്റെ വാല്യൂ എക്സ് എന്ന് കൊടുക്കാം. ലെറ്റ് current liabilities be x എന്നുള്ള വാല്യൂ നമുക്ക് കറണ്ട് ലയബിലിറ്റീസിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു 2.5x എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ അടുത്തൊരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിന് working capital is equal to current assets minus current liabilities. ഓക്കെ, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ തന്നിരിക്കുന്നത് 90,000 ആണ്. അപ്പോൾ 90,000 is equal to current assets. നമ്മളിവിടെ 2.5x എഴുതിയിട്ടുണ്ട്, അതങ്ങോട്ട് എഴുതാം. 2.5x മൈനസ് കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ എക്സ് ആണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ കൊടുത്തു. ഇനി വീണ്ടും 90,000 ഈക്വൽ ടു 2.5xൽ നിന്ന് എക്സ് മൈനസ് ചെയ്യുമ്പോൾ 1.5x. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 90,000 ഡിവൈഡഡ് ബൈ 1.5. 90,000 ഡിവൈഡഡ് ബൈ 1.5 ചെയ്യുമ്പോൾ 60,000 കിട്ടുന്നുണ്ട്. 60,000 ആണ് കറണ്ട് ലയബിലിറ്റീസ്. എക്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണല്ലോ. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് എക്സിൻ്റെ വില ഇപ്പോൾ 60,000 കിട്ടി. കറണ്ട് ലയബിലിറ്റീസ്, ഇത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് കിട്ടി. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ കറണ്ട് അസറ്റ്സ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് 2.5x ആണ്. അപ്പോൾ 2.5 ഇൻറ്റു 60,000 ചെയ്താൽ മതി. അപ്പോൾ 60,000 ഇൻറ്റു 2.5 ചെയ്യുമ്പോൾ 1,50,000. 1,50,000 ആണ് കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട്. ഇവിടെ കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ കിട്ടി, എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. അതുപോലെ ബി പറഞ്ഞത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് ലയബിലിറ്റീസ് ഇസ് ഈക്വൽ ടു 60,000 ഇങ്ങനെയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ആകെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വർക്കിംഗ് ക്യാപിറ്റലിലെ ഡീറ്റെയിൽസും കറണ്ട് റേഷ്യോയും മാത്രമേ തന്നിട്ടുള്ളൂ. അത് വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും കാൽക്കുലേറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The following information is given to you. Current ratio 2.5:1, asset test ratio 1.5:1, current liabilities rupees 50,000. Find out current assets, liquid assets and inventory. ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അസറ്റും ലിക്വിഡ് അസറ്റും ഇൻവെൻ്ററിയും. നമുക്ക് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് റേഷ്യോൻ്റെ ഫോർമുല എടുത്തെഴുതാം. കറണ്ട് റേഷ്യോ is equal to current asset divided by current liabilities. ഇനി റേഷ്യോ ഇതിലേക്ക് വാല്യൂ കൊടുക്കാം. 2.5. അപ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് അറിയില്ല ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട് 50,000. നമുക്ക് 50,000 താഴെ എഴുതി കൊടുക്കും. ഇനി ഇതിൻ്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു 2.5. $50,000 ഇൻറ്റു 2.5 ചെയ്യുമ്പോൾ 1,25,000 കിട്ടുന്നുണ്ട്. ഇതാണ് കറണ്ട് അസറ്റ് 1,25,000. ഇപ്പോൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ലിക്വിഡ് അസറ്റും അറിയണം, ഇൻവെൻ്ററി അറിയണം. പിന്നെ തന്നിരിക്കുന്ന വേറൊരു ഇൻഫർമേഷൻ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യുക്ക് റേഷ്യോ 1.5:1. Acid test ratio is equal to quick asset അല്ലെങ്കിൽ liquid asset, quick asset or liquid asset divided by current liabilities. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്ന വാല്യൂ എഴുതാം. ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിരിക്കുന്നത് 1.5:1 എന്നാണ്. അപ്പോൾ 1.5 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു ക്യുക്ക് അസറ്റ് അറിയില്ല, ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് 50,000. ഇതും ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ക്യുക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് ഓർ ക്യുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു 50,000 ഇൻറ്റു 1.5. ഇപ്പോൾ 75,000 ആണ് ക്യുക്ക് അസറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡ് അസറ്റ് ഓർ ക്യുക്ക് അസറ്റ് കിട്ടി 75,000. അതുപോലെ കറണ്ട് അസറ്റ്സും കിട്ടി 1,25,000. ഇനി നമ്മളോട് അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി. ഇനി ഇൻവെൻ്ററി ആണ്. അപ്പോൾ സി ഇൻവെൻ്ററി ഇസ് ഈക്വൽ ടു ഇൻവെൻ്ററി എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്സിൽ നിന്ന് ക്യുക്ക് അസറ്റ് ലെസ് ചെയ്താൽ നമുക്ക് ഇൻവെൻ്ററി കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റ്സ് മൈനസ് ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് ചെയ്താൽ മതി. അപ്പോൾ കറണ്ട് അസറ്റ് ഇവിടെ 1,25,000 ആണ്. 1,25,000 മൈനസ് ക്യുക്ക് അസറ്റ് 75,000. $1,25,000 minus 75,000 50,000. ഇപ്പോൾ ഇൻവെൻ്ററിയുടെ വാല്യൂ 50,000. കറണ്ട് അസറ്റ്സിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ലെസ് ചെയ്യുമ്പോഴാണ് ക്യുക്ക് അസറ്റ് കിട്ടുക. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് ക്യുക്ക് അസറ്റ് ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ബാലൻസ് നമ്മൾ ഇൻവെൻ്ററി ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂവും കിട്ടി, അതുപോലെ ലിക്വിഡ് അസറ്റ് 75,000, ദെൻ ഇൻവെൻ്ററി 50,000.
അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് റേഷ്യോ 2.8:1, ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1.5:1, വർക്കിംഗ് ക്യാപിറ്റൽ റുപ്പീസ് 1,62,000. ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് ലിക്വിഡ് അസറ്റ്സ്. ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ കാണുന്നതിനുള്ള ഫോർമുല കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, കറണ്ട് റേഷ്യോ തന്നിരിക്കുന്നത് 2.8 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 2.8 കറണ്ട് ലയബിലിറ്റീസ്. ഇതിൻ്റെ ഒരു വാല്യൂ അസ്യൂം ചെയ്ത് കൊടുക്കാം. ലെറ്റ് കറണ്ട് ലയബിലിറ്റീസ് ബി എക്സ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 2.x എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന അടുത്ത ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കാണുന്നതിനായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്യുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക. അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ 1,62,000. 1,62,000 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് 2.8x മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എക്സ്. So 1,62,000 is equal to 1.86. So x is equal to 1,62,000 divided by 1.8. 1,62,000 divided by 1.8. 90,000. ഇപ്പോൾ 90,000 ആണ് കറണ്ട് ലയബിലിറ്റീസ്. എക്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസാണ്. അപ്പോൾ 90,000 എന്നുള്ളത് കറണ്ട് ലയബിലിറ്റീസ് കിട്ടി. ഇതാണ് ഫസ്റ്റിൽ, സോറി ബി ആണിത്. ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ് കിട്ടി. ഇനി നമുക്കിത് വെച്ചിട്ട് തന്നെ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാം. ഇപ്പോൾ കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു 2.8 ഇൻറ്റു 90,000. into 2.8 2,52,000. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലിക്വിഡ് അസറ്റ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് കാണുന്നതിന് വേറൊരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആണ്. ആസിഡ് ടെസ്റ്റ് റേഷ്യോ 1.5:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാം. Acid test ratio is equal to quick asset divided by current liabilities എന്നാണ്. ഇവിടെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ തന്നിരിക്കുന്നത് 1.5 ആണ്. 1.5 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു ക്യുക്ക് അസറ്റ്. ക്യുക്ക് അസറ്റ് എത്രയാണെന്ന് അറിയില്ല, കറണ്ട് ലയബിലിറ്റീസ് അറിയാം. കറണ്ട് ലയബിലിറ്റീസ് 90,000. ഇനി ഇതും ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ക്യുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു 90,000 ഇൻറ്റു 1.5. ഇപ്പോൾ 1,35,000. ഇതാണ് ക്യുക്ക് അസറ്റ് കിട്ടുന്നത്, 1,35,000. ഇപ്പോൾ കറണ്ട് അസറ്റ്സ് 2,52,000, കറണ്ട് ലയബിലിറ്റീസ് 90,000, ലിക്വിഡ് അസറ്റ് 1,35,000. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കറണ്ട് റേഷ്യോ 4.5:1, ക്യുക്ക് റേഷ്യോ 3:1, സ്റ്റോക്ക്
36,000 rupees. Find out current assets, current liabilities and quick asset. ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കറണ്ട് റേഷ്യോയും തന്നിട്ടുണ്ട്, ക്യുക്ക് റേഷ്യോയും തന്നിട്ടുണ്ട്. കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇപ്പോൾ കറണ്ട് റേഷ്യോ തന്നിരിക്കുന്നത് 4.5 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇതിൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും അറിയില്ല, അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 4.5 കറണ്ട് ലയബിലിറ്റീസ്. നമുക്കിതിലൊരു വാല്യൂ അസ്യൂം ചെയ്യാം. ലെറ്റ് കറണ്ട് ലയബിലിറ്റീസ് ബി എക്സ്. അങ്ങനെയാണെങ്കിൽ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 4.5 എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ക്യുക്ക് റേഷ്യോ ആണ്. അപ്പോൾ ക്യുക്ക് റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്നാണ്. ക്യുക്ക് റേഷ്യോ തന്നിരിക്കുന്നത് 3:1 എന്നാണ്. അപ്പോൾ 3/1 ഇസ് ഈക്വൽ ടു ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അപ്പോൾ ക്യുക്ക് അസറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ കറണ്ട് 3CL കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഇവിടെ കറണ്ട് ലയബിലിറ്റീസിന് നമ്മൾ എക്സ് എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3x എന്ന് എഴുതാം. 3x എന്ന് എഴുതാം. അപ്പോൾ ക്യുക്ക് അസറ്റ് 3xും കറണ്ട് അസറ്റ് 4.5xും എന്ന് എഴുതാം. ഇനി ഇവിടെ തന്നിരിക്കുന്ന വേറൊരു ഡീറ്റെയിൽസ് നോക്കൂ. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആണ് തന്നിരിക്കുന്നത്, അതായത് ₹36,000. കറണ്ട് അസറ്റിൽ നിന്ന് ക്യുക്ക് അസറ്റ് ലെസ് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്യുക്ക് അസറ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് തന്നിരിക്കുന്നത് 36,000 ആണ്. 36,000 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് 4.56 എന്ന് എഴുതാം. 4.56. ഓക്കെ, മൈനസ് ക്യുക്ക് അസറ്റ് 3x. അപ്പോൾ 36,000 ഈസ് ഈക്വൽ ടു 1.5x എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 36,000 ഡിവൈഡഡ് ബൈ 1.5 ചെയ്താൽ മതി. അപ്പോൾ 24,000 ആണ് കിട്ടുന്നത്. എക്സിൻ്റെ വാല്യൂ 24,000. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ഇവിടെ 24,000 കിട്ടി. കറണ്ട് ലയബിലിറ്റീസ് 24,000 കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് അസറ്റ്സും കണ്ടുപിടിക്കാൻ പറ്റും, ക്യുക്ക് അസറ്റും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള 4.5x ചെയ്താൽ മതി. അപ്പോൾ 24,000 ഇൻറ്റു 4.5 ഇൻറ്റു 4.5 ചെയ്യുമ്പോൾ 1,08,000 കിട്ടും. ഇപ്പോൾ കറണ്ട് അസറ്റ് 1,08,000. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം, ക്യുക്ക് അസറ്റ്. ക്യുക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ക്യുക്ക് അസറ്റ് 3x ആണ്. അപ്പോൾ 24,000 ഇൻറ്റു 3 ചെയ്താൽ മതി. $72,000.
ഇപ്പോൾ ഓക്കെ കറണ്ട് അസെറ്റിൻ്റെ കറണ്ട് അസെറ്റ് 1,08,000 കിട്ടി, 72,000 ക്യുക്ക് അസെറ്റും കിട്ടി. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് 24,000 കിട്ടി. ഓക്കെ, താങ്ക് യു.